നമ്മൾ ഇന്ന് നമ്മുടെ എക്സ്പ്രസോടെ യൂസർ റിവ്യൂ ആണ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എടുത്തു തരാൻ പോകുന്നത്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോവാം. നമുക്ക് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് വ്യൂ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇത് ഈ വരുന്നൊരു സിൽവർ കളറുള്ള ഡിസൈനകത്ത് രണ്ട് സൈഡിലായിട്ടും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിൽ നമ്മുടെ ഇത് മാരുതിയുടെ സുസുക്കിയുടെ എംബ്ലോ അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡിസൈൻ നമുക്ക് ഒരു ഭയങ്കര ഹൈലൈറ്റ് ആട്ടോ വണ്ടിക്ക്. ആ ബോണറ്റിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഇതാണ്. പിന്നെ ഇതിൻ്റെ ലൈറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അധികം ബൾജ് ചെയ്ത് നിൽക്കാതെ ആ ഫ്രണ്ടിനോട് തന്നെ സ്യൂട്ടായിട്ടുള്ള രീതിയിൽ നല്ല ഒതുങ്ങിയാണ് ലൈറ്റ് വരുന്നത്. അതുകൊണ്ട് ആ ഒരു ഫ്രണ്ടുമായിട്ട് തന്നെ നല്ല ലെവൽ ചെയ്താണത് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ബോണറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ അധികം ഹൈറ്റ് ഇല്ലാത്ത ബോണറ്റ് ആയതുകൊണ്ട് നമുക്ക് അവിടെ തന്നെയാണെങ്കിലും വ്യൂ കാണാനാണെങ്കിലും വളരെ എളുപ്പമാണ്. പിന്നെ ആ ഒരു ഇത് ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഫുൾ വ്യൂ നമുക്ക് ആ ഒരു ഔട്ട്ലുക്ക് തന്നെ നമുക്ക് ഒറ്റ വ്യൂ തന്നെ കിട്ടും. പിന്നെ നമ്മൾ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ തന്നെ ബാക്ക് ലൈറ്റ് ആണ് നമുക്ക് കാണാൻ പറ്റും. നല്ല ഒതുങ്ങിയ രീതിയിൽ നല്ല സ്പേസ് എടുത്ത്, പക്ഷേ എങ്കിൽ അത് ബൾജിങ് ഇല്ലാതെ അതിൻ്റെ ആ ഒരു ഡിസൈനോട് തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ നല്ല ഒതുങ്ങിയ രീതിയിലാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ആ ഒരു ലൈറ്റിനകത്താണ് നമുക്ക് കാണാൻ പറ്റും നല്ലൊരു ഡിസൈൻ ഉണ്ട്, നല്ല മൈന്യൂട്ടായിട്ട്. അത് ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിൻ്റെ ഒരു അട്രാക്ഷനാണ്. പിന്നെ താഴെ സൈഡിലാണെങ്കിലും ജസ്റ്റ് ഇവിടെയാണെങ്കിലും ഒരു ഇത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ സുസുക്കിയുടെ എംബ്ലോ പിന്നെ എക്സ്പ്രസോ എന്നുള്ളതിൻ്റെ ആ ഒരു എംബ്ലോ ഇവരവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെ അധികം വേറെ ഒരു ഡിസൈനിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ഔട്ട്ലുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഒരു ഭംഗിയാണ് വണ്ടി കാണാനായിട്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് വണ്ടി കയറുമ്പോൾ തന്നെ നമ്മുടെ സീറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾട്ടോയെ വെച്ച് സീറ്റ് നല്ല ഹൈറ്റ് ഉള്ളതാണ്. പിന്നെ നമുക്ക് ബാക്ക് സപ്പോർട്ടാണെങ്കിലും നല്ല രീതിക്കുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ പോലും കൂടെ നമുക്ക് വ്യൂ നന്നായിട്ട് സീറ്റിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് വ്യൂ കാണാനായിട്ടാണെങ്കിലും ഒരു കുഴപ്പമില്ല. നല്ല കംഫർട്ടാണ് നമുക്ക് സിറ്റിങ് കേട്ടോ. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും നല്ല ഫ്ലെക്സിബിളാണ്. പിന്നെ ഈ സ്റ്റിയറിങ്ങിൽ തന്നെ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടും പിന്നെ സ്പീക്കറിലിട്ട് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളതും പിന്നെ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ആണെങ്കിലും നമുക്കിപ്പം നമ്മൾ എമർജൻസി എന്തെങ്കിലും അല്ലെങ്കിൽ നമുക്ക് മ്യൂട്ട് ആക്കണമെങ്കിൽ ഇതേ തന്നെ മ്യൂട്ടാക്കാം. അതുപോലെ തന്നെ വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള മൂഡും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു പെട്ടെന്നൊരു എമർജൻസി വന്നാൽ പോലും കൂടെ എന്ത് വേണമെങ്കിലും ഹാൻഡിൽ ചെയ്യണമെങ്കിൽ ഈ ഇങ്ങോട്ട് പോകാതെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുമേ. പിന്നെ ഇങ്ങോട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത് 7 ഇഞ്ചിൻ്റെയാണ്. നമുക്കിത് കൊണ്ട് ടച്ച് നമുക്ക് കാണാൻ സാധിക്കും കറക്റ്റ് ടൈമും കാര്യങ്ങൾ, കലണ്ടർ, പിന്നെ മ്യൂസിക്കിൻ്റെ വേണമെങ്കിൽ അത് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാനുള്ളത്, പിന്നെ FM-ൻ്റേത്, പിന്നെ ഇതേ നമുക്ക് വയർ വഴി കണക്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ തന്നെ സെറ്റിങ്സ് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്പ്ലേയോ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ മ്യൂട്ടാക്കാൻ അങ്ങനെ എല്ലാം നമുക്ക് ഇതേ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസിൻ്റെ ഇത് വരുന്നത്, ഗ്ലാസ് കയറ്റി ഇറക്കാനുള്ളത്. പിന്നെ ഇത് 4 സൈഡിൻ്റെ ലൈറ്റ് ഇടണമെങ്കിലുള്ളത്. അങ്ങനെ എല്ലാം നമുക്ക് നമ്മുടെ കയ്യെത്തുന്ന ദൂരത്ത് കിട്ടുമെന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം നമുക്ക് നമ്മുടെ ഒരു കയ്യെത്തുന്ന ദൂരത്ത് വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ നമ്മുടെ റീഡിംഗ് മീറ്റർ വന്നിരിക്കുന്നത് സാധാരണ നമ്മുടെ എല്ലാ വെഹിക്കിൾസിലും കണ്ടേക്കുന്നത് നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൻ്റെ നേരെ ബാക്കായിട്ടാണ് വരുന്നത് അല്ലേ. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെൻട്രലായിട്ടാണ് കണ്ടേക്കുന്നത്. അത് തന്നെ ഒരു മിനി കൂപ്പറിൻ്റെ ആ ഒരു സ്റ്റൈലിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് കാണാനായിട്ടും വളരെ എളുപ്പമുണ്ട്, പെട്ടെന്ന് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. പിന്നെ ടച്ച് സ്ക്രീനിൻ്റെ താഴേക്ക് വന്നു കഴിയുമ്പം നമുക്ക് കാണാൻ പറ്റും AC-യുടെ ഇത്, പിന്നെ അതിൻ്റെ എങ്ങോട്ടൊക്കെയാണുള്ള ലെവൽ നോക്കാനുള്ളത്, പിന്നെ ഇത് ഫാനിൻ്റെ അതിൻ്റെ ലെവലും മെഷർമെൻറ്റ്സും ഒക്കെ ഉള്ളത് ഇത്. പിന്നെ അതിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാനുള്ളതും, പിന്നെ ഇതേ കേബിൾ കണക്ട് ചെയ്യാൻ ഓക്സ് കേബിൾ കണക്ട് ചെയ്യാനുള്ളതും, പിന്നെ ഇവിടെ നമുക്ക് വാട്ടർ വെക്കാൻ ബോട്ടിൽ വെക്കാൻ, പിന്നെ ഇവിടെ നമുക്ക് ഫോണൊക്കെ ആണെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടുള്ള സ്പേസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു നമ്മുടെ ഡോറിൻ്റെ ഈ സൈഡിലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല സ്പേസ് ഉണ്ട്, നമുക്ക് വാട്ടർ ബോട്ടിലൊക്കെ വെക്കാനായിട്ടും നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് തന്നെ എക്സ്പ്രസോയുടെ ഓട്ടോമാറ്റിക്കാണ്. ടോപ്പ് എൻഡ് മോഡൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവലാണ്, രണ്ടും ഉള്ളതാണ്. അപ്പോൾ നമ്മളിനിയിപ്പം മാനുവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിയറിങ് വരുന്നത് ഫസ്റ്റിലേക്ക് വരുന്നത് റിവേഴ്സാണ്, പിന്നെ സെൻറ്റർ ന്യൂട്രൽ, പിന്നെ ബാക്കിലേക്ക് വരുന്നതാണ് നമ്മുടെ ഡ്രൈവിംഗ് മോഡ് വരുന്നത്. അതാണെങ്കിലും നല്ല നമുക്ക് കണ്ടോ നല്ല എളുപ്പത്തിൽ നമുക്ക് ഒരു ഇതുമില്ല, നല്ല പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഹാൻഡ് ഫ്രീ ആണ്. നമുക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ബാക്കിലെ ലെഗ് സ്പേസിൻ്റെ നോക്കാം കേട്ടോ. ബാക്ക് സീറ്റിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നോക്കാവേ.
ബൈക്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ സീറ്റ് നമുക്ക് വളരെ കംഫർട്ടാണ്. ബാക്ക് സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് നല്ല ഇത്രയും നമുക്ക് നല്ല ലെഗ് സ്പേസ് ഉണ്ട്. ഇത് ഇപ്പം നമ്മൾ ലോങ് ട്രിപ്പ് ആണെങ്കിൽ പോലും കൂടെ കാല് വയ്യാത്തവർക്കൊക്കെ ആണെങ്കിലും കാലൊന്ന് നീട്ടി വെക്കണേലും ഒക്കെ ആയിട്ട് നല്ല സ്പേസ് ഉണ്ട്. പിന്നെ നമുക്ക് തന്നെ ഇവിടെ നമുക്ക് വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളതാണ്. പിന്നെ കവറിൻ്റെ ആണെങ്കിലും നല്ല നല്ല സ്പേസുള്ള കവറാണ്. നമുക്ക് ഒത്തിരി സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കൈ ഹോൾഡ് ചെയ്യാനായിട്ട് ഒരു നല്ല ഹൈറ്റിലുള്ളൊരു പിടി തന്നെയാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ബൈക്കിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഒന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കാണുള്ളത്. നമുക്ക് ഇതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുവാണെങ്കിൽ ഒരു 3-4 ബാഗ് നമുക്ക് നല്ല ഈസി ആയിട്ട് വെക്കാൻ പറ്റും. നല്ലൊരു ലോങ് ട്രിപ്പിന് പോകാനുള്ള എല്ലാ സാധനങ്ങളും ഒരു ഫാമിലിക്ക് ഫുള്ള് പോകാനായിട്ട് എല്ലാ കാര്യങ്ങളും വെക്കാൻ പറ്റുന്നൊരു സ്പേസാണ്. പിന്നെ ഇതിൻ്റെ സ്പാനർ സെറ്റ് എല്ലാ വണ്ടിക്കും ഉള്ളവർക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.